ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ്. അങ്ങനെ ഇന്ന് ഇവിടെ രാവിലെ 6 മണി മുതൽ ഇതുവരെ കറണ്ട് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കറണ്ട് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വ്ളോഗ് പിടിച്ചേക്കാം. എന്തിനെക്കുറിച്ചാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തവും ഇല്ല. ഞാൻ ഉറങ്ങിപ്പോൾ എണീറ്റതേ ഉള്ളൂ. നല്ല ഉറക്കമായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് എണീറ്റത്. എൻ്റെ അടുത്ത് ഇതാ നമ്മുടെ ഫോണിൻ്റെ കവറിൻ്റെ പുതിയൊരു ഫോൺ എടുത്തായിരുന്നു കൂട്ടുകാരൻ. അപ്പോൾ അതിൻ്റെ മേലൊരു സ്റ്റിക്കർ വരുന്നു. കൂട്ടുകാരൻ്റെ പുതിയ ഫോൺ എടുത്തായിരുന്നു. അപ്പോൾ അതിലൊരു സ്റ്റിക്കർ വന്നു. ഞാൻ നൈസായിട്ട് അതിങ്ങ് മേടിച്ചിട്ട് ഇതുണ്ടോ നമ്മുടെ ഫോൺ കവറിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. എന്താ പട്ടം ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഒരു ക്ലാസിക് ആയിട്ടുള്ളൊരു സംഭവം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള പിക്ചേഴ്സൊക്കെ. സോ ഇങ്ങനെ ഇത് പുറകിൽ ഒട്ടിച്ചു. പ്രത്യേകിച്ച് എനിക്ക് മഞ്ഞ കളറിനോട് ഭയങ്കര താല്പര്യമാണ്. ലൈഫിൽ ഇനി വീടൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ മഞ്ഞ കളർ എടുക്കണമെന്നാണ് ആഗ്രഹം. മഞ്ഞ കളർ പെയിൻ്റ് അടിക്കണമെന്നാണ് ആഗ്രഹം. സോ എനിക്ക് എന്താ അറിയില്ല, മഞ്ഞ കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് ഇപ്പം ഇങ്ങനൊരു സ്റ്റിക്കർ മഞ്ഞ കളർ കണ്ടപ്പം അത് ഇങ്ങോട്ട് ഞാൻ എടുത്തു. പിന്നെ ഫോണിൻ്റെ പുറകിൽ 2 സ്റ്റിക്കർ വന്നിട്ടുണ്ടോ? ഇത് ഫോണിൻ്റെ പുറകിൽ ഒട്ടിച്ചതാണ് കണ്ടോ. ഈ ഒരു കളർ, ഇതിലും മഞ്ഞ വരുന്നുണ്ട്. ഇത് ഞാൻ ഫോണിൻ്റെ പുറകിലും ഒട്ടിച്ചു. അങ്ങനെ അത് രണ്ടും അങ്ങനെ ചെയ്തു. കാരണം മഞ്ഞ കാണുമ്പോഴേ ഒരു പോസിറ്റിവിറ്റിയാണ് എനിക്കറിയില്ല, എനിക്കാണ് പേഴ്സണലി മഞ്ഞ കളർ കാണുമ്പോഴേ ഒരു പോസിറ്റിവിറ്റിയാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വ്ളോഗ് ഭയങ്കര പ്രതീക്ഷയോടെ എഡിറ്റ് ചെയ്ത് രാത്രി എനിക്കൊന്ന് ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഒരു 6 മണിയായിട്ടുണ്ട് വൈകുന്നേരത്തെ. പിന്നെ കുളിയും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായി. കാരണം ഒരു വർക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലോട്ട് വരുന്നത്. അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് ഏകദേശം 10 മണി മുതൽ ഇരുന്നിട്ട് പുലർച്ചെ 3:30 മണി വരെ എഡിറ്റ് ചെയ്ത് ആ വീഡിയോ ഒരുപാട് പ്രതീക്ഷയോടുകൂടി. കാരണം ഇതുവരെയുള്ള വ്ളോഗ്സൊക്കെ ഭയങ്കര റീച്ചായ വ്ളോഗ്സ് ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നല്ല രീതിയിൽ റീച്ചാവും എന്നൊക്കെ വിചാരിച്ച് ശബ്ദമൊക്കെ നല്ല രീതിയിൽ അടഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല, മൈക്ക് വെച്ച് ഡബ് ചെയ്ത് ആ ഒരു വീഡിയോ ഇട്ടു. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആ ഒരു വീഡിയോ ഇട്ടത്. പക്ഷെങ്കിൽ സാധാരണ വ്യൂ വരുന്ന പോലെ 1K വ്യൂ പോലും വരാതെ വെറും 200 210 വ്യൂ വന്ന് അത് അട്ട ഫ്ലോപ്പായി. അതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് അങ്ങ് തളർന്നു. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച വ്ളോഗായിരുന്നു അത്. പക്ഷെ അത് വർക്കൗട്ടായില്ല. എന്തോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണ്ടേ. അപ്പം അത് ആ ഒരു വ്ളോഗ് അങ്ങനെ വർക്കൗട്ടായില്ല. അതിൻ്റെ വിഷമം ഉണ്ട് എന്തായാലും. പക്ഷേ നാളെ എന്തായാലും ഇത് കുറച്ച് കഴിയുമ്പോൾ ഓടിക്കോളും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം വലിയ രീതിയില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് ഓടിക്കോളും. എല്ലാവരും ചോദിക്കും എപ്പോഴും ബാഗ് ഇട്ടാണോ? ഇതാണ് ബാഗ്. ഇതിലാണ് നമ്മൾ ഫുഡ്, ചോറും കാര്യങ്ങളെല്ലാം വർക്കുള്ള സമയത്ത് കൊണ്ടുപോകുന്നതും. ചെറിയ ചെറിയ വർക്ക് വരുമ്പോൾ ഫുഡും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നതും. എന്തെങ്കിലും നമ്മൾ പുറത്തൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ മൈക്കും കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ സേഫ് ആയിരിക്കും. പിന്നെ 2 ഫോണുണ്ടല്ലോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 4K ഫോണുണ്ട്, പിന്നെ ഈ ഒരു ഫോണൊക്കെ വെച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫോണാണ്. ഇത് 10,000 രൂപയൊക്കെ വരുന്നൊരു സെറ്റ്. ഇത് കുറേ ആയി എൻ്റെ കയ്യിൽ. പന്നലായി. ഇതിൽ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഫിനിക്സിൻ്റെ ഒരു സെറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതായപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം 2 ഫോണിലുണ്ട്. ഒരു ഫോൺ ഇതിൽ സേഫായിട്ട് ഭദ്രമായിട്ട് വെക്കും. ഷൂട്ട് ചെയ്യുന്ന ഫോൺ എപ്പോഴും പോക്കറ്റിലിടും. അപ്പോൾ ഈ ഒരു ബാഗ് ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എടുക്കാനും പോകാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യമുള്ള മെഡിസിൻസും കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ കൊണ്ടുപോകും. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങും ഇല്ല. കാരണം അവസാനത്തെ വ്ളോഗ് വൻ ഫ്ലോപ്പായപ്പോൾ, ഈ വ്ളോഗ് ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾ വ്ളോഗ് ചെയ്തിട്ട് അത് വൻ ഫ്ലോപ്പായി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നിരാശയാണ്. അതിപ്പോൾ 1 2 3 ദിവസമായിട്ട് തുടങ്ങിയ പരിപാടിയല്ല. ഇതിപ്പം 3 വർഷമായി നമ്മൾ വ്ളോഗ് ചെയ്യുന്നു. ഇപ്പോഴാണ് ഒന്ന് കയറി വരാൻ തുടങ്ങിയതും. ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു ചെയ്യുന്ന വർക്ക് എന്താ പറയുക, ഇങ്ങനെ കയറിപ്പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. അത് ചെറിയൊരു കാര്യമാണെങ്കിൽ നമുക്കതിൽ ചെയ്തൊരു സക്സസ് ആയ ആൾക്കാർ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. സോ ഞാൻ വളരെ പ്രതീക്ഷിച്ചു ഇനി ഇടുന്ന വ്ളോഗുകളെല്ലാം നല്ല രീതിയിൽ വ്യൂ പോകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെങ്കിൽ
ലാസ്റ്റ് വ്ലോഗിന് ആ ഒരു ഇത് ഉണ്ടായില്ല. കുഴപ്പമില്ല, എന്നാലും നമുക്ക് നോക്കാം എത്രയൊക്കെ ആവും എന്തൊക്കെ ആവുമെന്ന് നോക്കാം. എന്തായാലും വിഷമമുണ്ട് ആ ഒരു വ്ലോഗ് ഫ്ലോപ്പായതിൽ. കാരണം നമ്മളൊരു വർക്ക് ചെയ്തു ഒരു എക്സാം തോറ്റു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ഫീലില്ലേ, അതേ സെയിം ഫീലാണ് നമ്മളൊരു വ്ലോഗ് ചെയ്ത് കഷ്ടപ്പെട്ട് എടുത്ത്. അതും പാതിരാത്രിയൊക്കെ കുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഇരുന്നത്. കാരണം പിറ്റേന്ന് രാവിലെ എനിക്ക് ജോലിക്ക് പോകണം. അന്ന് 3:30 മണി വരെ ഞാൻ എഡിറ്റ് ചെയ്തു ആ റാന്നിയിലെ വ്ലോഗ്. ഭയങ്കര പ്രതീക്ഷയോടെ ചെയ്ത വ്ലോഗാണ്. അത് കഴിഞ്ഞിട്ട് രാവിലെ 5:30 മണിക്ക് വീണിട്ട് 2 മണിക്കൂർ കണ്ടാ ഉറങ്ങി. അത് കഴിഞ്ഞ് പിന്നെയും ജോലിക്ക് പോയി. ജോലിക്ക് വരിക്കാൻ പറ്റില്ല, അപ്പോൾ ജോലിക്ക് പോയി. നമുക്ക് ആഹാരം കഴിക്കണ്ടേ. അപ്പം അതങ്ങനെ. എന്തായാലും കോഴിക്കോടൊരു വാടക വീടൊക്കെ നോക്കുന്നുണ്ട് ഞാൻ. 2500 രൂപയാണ് അല്ലെങ്കിൽ 3000 രൂപയാണ് മാക്സിമം എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന വാടക. അത്യാവശ്യം ഒരു നല്ല വീടുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ആർക്കെങ്കിലും അങ്ങനെ വീട് വാടകയ്ക്ക് തരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അതിൽ മെസ്സേജ് അയച്ചാൽ മതി. തരാൻ താല്പര്യമുള്ളവർ ഒരു 3000 രൂപയ്ക്ക് വാടക തരാനുള്ള സാമ്പത്തികം ഇപ്പോൾ എനിക്കുള്ളൂ. സോ നിങ്ങൾക്ക് അങ്ങനെ വാടക വീട് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, വീട് വാടകയ്ക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 3000 രൂപയ്ക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാനായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ പല വീടുകൾ അന്വേഷിച്ചു അത് 5000 രൂപയൊക്കെയാണ് പറയുന്നത്. അപ്പം എൻ്റെ വീട് ഏകദേശം ഇവിടെയുള്ള വീട് വീണിട്ടാണുള്ളത്, എൻ്റെ സ്വന്തം വീടാണ്. അത് കോളനി, അതുകൊണ്ട് ഒരു രീതിയിൽ നമുക്ക് അവിടെ താമസിക്കാനൊന്നും പറ്റില്ല, വളരെ ഡേഞ്ചർ സോണിലാണ്. അപ്പോൾ വീടിന് വേണ്ടി സഹായത്തിന് വേണ്ടി ഒരുപാട് സ്ഥലത്ത് പോയി. ഒരു പെണ്ണാണെങ്കിൽ ഒരു കൈക്കുഞ്ഞിനെ വെച്ച് ആരെ മുന്നിൽ കരഞ്ഞാൽ പെട്ടെന്ന് സഹായിക്കും. പക്ഷേ ഒരാണാണെങ്കിലും എനിക്ക് കാലിന് അസുഖമാണെന്ന് പറഞ്ഞിട്ട് പോലും അവർ വിശ്വസിക്കാൻ പോലും കൂട്ടാക്കില്ല. നമ്മൾ ഈ സ്റ്റോറി പറഞ്ഞിട്ട് പോലും ആരും അങ്ങനെ വിശ്വസിക്കാനൊന്നും കൂട്ടാക്കില്ല. എന്നെ സംബന്ധിച്ച് അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. മുട്ടുവിൻ തുറക്കപ്പെടുന്നല്ലേ. പലയിടത്തിലും പോയി, പല മുസ്ലിം അടുത്ത് പോയി, പല മുസ്ലിം അടുത്ത് പോയി. എനിക്ക് ഏറ്റവും ബാഡായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ള മുസ്ലിം അടുത്താണ്. പറയാതിരിക്കാൻ വയ്യ. നമ്മളൊരു വീടിനൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം കേൾക്കാൻ പോലും അവർ കൂട്ടാക്കുന്നില്ലെന്നാണ്. നമ്മൾ പറയുന്ന കാര്യം കേൾക്കാൻ പോലും അവർ ഒരു സംയമനം പാലിക്കുന്നില്ല, ഇറങ്ങിപ്പോന്നുള്ള രീതിയിലൊക്കെ പല മുസ്ലിം പള്ളികളിൽ നിന്നും എനിക്ക് വളരെ ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ അവർ ചിലപ്പോൾ ഞാൻ ഫേക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കാം, അവരെ മാനസികാവസ്ഥ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തരെ ഇതല്ലേ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞാൻ പോയപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കാൻ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി വാടക വീട്ടിൽ തന്നെ കോഴിക്കോട് എവിടെയെങ്കിലും മാറണമെന്നാണ് ആഗ്രഹം. സോ അതൊരു ആഗ്രഹം മാത്രമാണ്, നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളൊരു 2500 രൂപയ്ക്കും ഒരു 3000 രൂപയ്ക്കൊക്കെ അത്യാവശ്യം ഒരു നല്ല വീട്, ഒരു കിച്ചൺ, ഒരു ഇതിലുള്ള വീട് നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് അയക്കുക. ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഈ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഉറക്കം തെളിഞ്ഞാണ്, കറണ്ടില്ലായിരുന്നല്ലോ, ഉറക്കം തെളിഞ്ഞാണ്. ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി പിടിക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാലും എണീറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് നല്ല രീതിയിൽ തട്ടി വിരിച്ച് കഴിഞ്ഞാലേ ഒരു ഫ്രഷ്നെസ് ഉള്ളൂ. ഒന്ന് നമുക്ക് ഇരിക്കാനും കിടക്കാനൊക്കെ തോന്നേണ്ടിയിട്ടുണ്ടെങ്കിൽ ആ ബെഡ്ഷീറ്റ് നല്ല രീതിയിൽ അങ്ങ് വിരിച്ചിടണം. അല്ലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാണുമ്പോഴൊരു വൃത്തികേടല്ലേ. അപ്പം ബെഡ്ഷീറ്റൊക്കെ തട്ടി വിരിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിലൊരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. സോ ചായക്കടയാണ്, കാണിച്ചുതര. ഒരു കുഞ്ഞു കടയാണ്, ഇപ്പോൾ ഈയിടെ തുടങ്ങിയതാണ് സ്റ്റാൻഡിൽ. സോ നമുക്ക് അവിടെ നിന്ന് ചായ കുടിച്ചേക്കാൻ പറ്റും. എല്ലാവരും അറിയട്ടെ ഇങ്ങനെ സ്റ്റാൻഡിലൊരു കടയുണ്ടാവും. അവർക്കതൊരു എന്താ പറയുക, ഒരു കച്ചവടത്തിൻ്റെ ആൾക്കാരറിയാം. അവർക്കൊരു കൂടുതൽ കച്ചവടം കിട്ടുന്ന അങ്ങനെ കിട്ടുന്ന കിട്ടട്ടെ. അവിടെ തന്നെ ചായ കുടിക്കാൻ. നമ്മളിനി നൈറ്റത്തേക്കുള്ള ഫുഡ് കഴിക്കാൻ പോവാണ്. വല്ലപ്പോഴും സൺഡേ ഒക്കെയാണ് ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നത്. ദിവസം കഴിക്കാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് സൺഡേ ഒക്കെ വല്ലപ്പോഴും കൊതി തോന്നുമ്പോൾ നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. കാരണം എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡെന്നല്ല ഞാൻ കഴിക്കുന്നത്. അതുകൊണ്ട്
വല്ലപ്പോഴൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭയങ്കര ഒരു വാവ് ഫാക്ടർ തോന്നില്ല. പക്ഷേ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പം എനിക്കിഷ്ടമാണ് പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ് കഴിക്കുന്നത്, ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ സാഹചര്യമില്ല, പിന്നെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയല്ലേ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നൊന്ന് മാറ്റി പിടിക്കാൻ നോക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കത്തില്ല, നേരെ ഇങ്ങോട്ട് വരിക, കഴിക്കുക. ഒന്നും നാളേക്ക് മാറ്റി വയ്ക്കാൻ പാടില്ല. ഇന്ന് കഴിഞ്ഞ സൺഡേ അപേക്ഷിച്ച് ഇന്ന് നല്ല തിരക്കൊക്കെ ഉണ്ട് കടയിൽ. ഹോട്ടൽ അനന്തു എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഹോട്ടൽ അനന്തു പ്ലാവ്. കുറേ ആൾക്കാർ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞായിരുന്നു, എന്തിനാണ് നീയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ക്ലിക്കാവില്ല, അല്ലെങ്കിൽ നീയൊന്നും ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി സക്സസ്ഫുൾ ആവില്ല എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫൈനലി അതെല്ലാം നിങ്ങളെല്ലാവരും കൂടെ തെളിയിച്ചു കൊടുത്തു. അതിന് ഏക റീസൺ നിങ്ങളെല്ലാവരും. കാരണം നിങ്ങൾ ഇത്രയും പേര് കാണുകയും അത് ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ വ്ളോഗ് ഇന്ന് ഇത്രയും റീച്ചായിട്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്, ഒരുപാട് സ്നേഹിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും. അപ്പോൾ കഴിച്ചിട്ട് വരാം. അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫില്ലായി റൂമിലെത്തിയിട്ടുണ്ട്. സോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എന്ത് വ്ളോഗാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയാൻ മേല, ജസ്റ്റ് ഒരു വ്ളോഗ്, ഇത്രയേ ഉള്ളൂ. സോ വരുന്ന വ്ളോഗ്സിനെല്ലാം നിങ്ങളെല്ലാം സപ്പോർട്ട് പിന്തുണ പ്രതീക്ഷിക്കുന്നു. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നന്നാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ലവ് യു, ടാറ്റാ, ബൈ.